നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന നിർണായക ഒളിമ്പിക്സ് യോഗ്യതാ മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു. ചിരവൈരികളായ ബ്രസീലിന് എതിരില്ലാത്ത ഒരു ഗോളിനാണ് അർജന്റീന പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ 78-ാം മിനിറ്റിൽ ഗോണ്ടു നേടിയ ഗോളാണ് അർജന്റീനയ്ക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ഇതോടുകൂടി വരുന്ന പാരീസ് ഒളിമ്പിക്സിന് അർജന്റീന യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട്. അതേസമയം നിലവിലെ ജേതാക്കളായ ബ്രസീൽ യോഗ്യത പോലും നേടാനാവാതെ പുറത്താവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയ താരമാണ് അവരുടെ ക്യാപ്റ്റനായ തിയാഗോ അൽമേഡ. അദ്ദേഹം ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. ലയണൽ മെസ്സി ഒളിമ്പിക്സിനുണ്ടാകുമോ എന്ന ഒരു ചോദ്യത്തിന് അദ്ദേഹം ഇപ്പോൾ മറുപടി നൽകിയിട്ടുണ്ട്. അതായത് മെസ്സി ഒളിമ്പിക്സിന് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു സ്വപ്ന സാക്ഷാത്കാരമായിരിക്കും എന്നാണ് അൽമേഡ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, മെസ്സി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്യാപ്റ്റൻ സ്ഥാനം മെസ്സിക്ക് നൽകാൻ താൻ റെഡിയാണെന്നും അൽമേഡ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളെ ഗോൾ.com റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്: ഈ ടീമിന്റെ കാര്യത്തിലും കോച്ചിങ് സ്റ്റാഫിന്റെ കാര്യത്തിലും ഞാൻ വളരെയധികം ഹാപ്പിയാണ്. അവർ ഇത് അർഹിക്കുന്നു. ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനം നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴും എതിരാളികളെ ഞങ്ങൾ മറികടന്നിരുന്നു. ഞങ്ങൾ കൂടുതൽ പരിശീലനം നടത്തിക്കൊണ്ട് ഒളിമ്പിക്സിന് കൂടുതൽ ഇംപ്രൂവ് ആവേണ്ടതുണ്ട്. ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ മെസ്സിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മെസ്സി വന്നാൽ അതൊരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയായിരിക്കും. ഞാൻ എൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം അപ്പോൾ ലയണൽ മെസ്സിക്ക് കൈമാറും. പക്ഷെ അവർ എല്ലാവരും ചേർന്നുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇതാണ് തിയാഗോ അൽമേഡ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, അർജന്റീനയുടെ അണ്ടർ 23 ടീമിനെ ഇപ്പോൾ പരിശീലിപ്പിക്കുന്നത് ഹവിയർ മഷരാനയാണ്. അദ്ദേഹം നേരത്തെ തന്നെ ലയണൽ മെസ്സിയെ ഈ ഒരു ഒളിമ്പിക്സ് ടീമിലേക്ക് ക്ഷണിച്ചിരുന്നു. മെസ്സി ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ തയ്യാറാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് അതിന് അനുബന്ധിച്ചുകൊണ്ടാണ് കോപ്പ അമേരിക്ക ടൂർണമെന്റും നടക്കുന്നത്. ഏതായാലും ലയണൽ മെസ്സി നേരത്തെ അർജന്റീനക്കൊപ്പം 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ വെച്ചുകൊണ്ട് ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടിയ താരം കൂടിയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഒന്ന് കാണാം.